കരുണയുടെ അവസാന മണിക്കൂർ 42 അന്തിമ മുന്നറിയിപ്പ്. അവസാന മുന്നറിയിപ്പ് ഇങ്ങനെയായിരിക്കും. ഈ മുന്നറിയിപ്പ് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരും ഒരേ സമയം കാണുകയും അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എവിടെയാണെന്നതോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ പ്രശസ്തമല്ല. ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭയാനകമായ ഒരനുഭവമായിരിക്കും അത്. നിങ്ങളുടെ ദേഹം ദഹിച്ചു പോകാത്തതും അതേസമയം തന്നെ നിങ്ങൾ ശരീരത്തിലും ആന്തരികമായും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അഗ്നിയായിരിക്കും അത്. മനുഷ്യർ ഭയം കൊണ്ട് മരിക്കും. അവർ തങ്ങളുടെ വഴി തിരുത്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ശിക്ഷ അയക്കപ്പെടുക. അതുകൊണ്ട് ഇത് എല്ലാവരോടും നന്മയിൽ ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തിൻ്റെ പാനപാത്രം ഇപ്പോഴേ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നന്മയിൽ ജീവിക്കുന്നില്ലെങ്കിൽ ശിക്ഷ നിങ്ങളുടെ മേൽ നിപതിക്കും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ മനസ്സ് മാറുന്നില്ല. അവർ തങ്ങളുടെ പാപങ്ങളിൽ തന്നെ തുടരുന്നു. ലോകം പാപക്ഷമ അർഹിക്കുന്നില്ല. പിന്നെയോ അഗ്നിയും വിനാശവും മരണവുമാണ് അതിനെ കാത്തിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ കൂടുതൽ ഭീകരമായ പുതിയ യുദ്ധങ്ങളാൽ ലോകം കീഴ്മേൽ മറിയും. ഈ ഭൂമിയുടെ ഭരണാധികാരി ദേവാലയങ്ങൾ ഇടിച്ചു നിരത്തും, പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയെ ഒക്കെ നശിപ്പിക്കുകയും ചെയ്യും. ദൈവനിഷേധത്തിൻ്റെതായ ഈ യുദ്ധത്തിൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ അനേകം കാര്യങ്ങൾ നശിപ്പിക്കപ്പെടും. കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇടിമുഴക്കത്തിൻ്റെ അകമ്പടിയോടെ വരുന്ന മിന്നൽ ആകാശത്തിൽ അഗ്നി പടർത്തും. അഗ്നി കൊടുങ്കാറ്റ് ലോകത്തിൻ്റെ മേൽ പതിക്കും. മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഈ ഭയാനക ശിക്ഷ 70 മണിക്കൂർ, അതായത് 3 ദിവസം നീണ്ടു നിൽക്കും. ദൈവവിശ്വാസികളല്ലാത്തവർ അതിൽപ്പെട്ട് നശിക്കും. അനുതപിക്കാതിരിക്കുന്നതിനാൽ അനേകർ നഷ്ടപ്പെട്ടു പോകും. അന്ധകാരത്തിൻ്റെയും പരിത്യക്താവസ്ഥയുടെയും മണിക്കൂറുകൾ അടുത്തെത്തിയിരിക്കുന്നതിനാൽ എൻ്റെ മക്കളെ നിശബ്ദരായിരിക്കരുത്. മനുഷ്യർ ദൈവത്തെയും എന്നെയും അതികഠിനമായി വ്രണപ്പെടുത്തുന്നു. ഒരു ദിവസം ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ എണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഭയവും ദുഃഖവും കൊണ്ട് മരിച്ചു പോകും. ഈ സമയം അതീവ ഗൗരവമുള്ളതാണ്. ലോകം കൂടുതൽ മോശമായി കഴിഞ്ഞതിനാൽ ഇപ്പോൾ തന്നെ അത് താറുമാറായിരിക്കുന്നു. എല്ലാം ഒരു ചരടിലെന്ന പോലെ തൂക്കിയിടപ്പെട്ടിരിക്കുകയാണ്. ആ ചരട് പൊട്ടുമ്പോൾ ദൈവത്തിൻ്റെ നീതി ഒരു വെള്ളിടി പോലെ വന്ന് പതിക്കുകയും ശുദ്ധീകരണത്തിൻ്റെ ഭീതിതമായ പ്രയാണം പൂർത്തിയാക്കുകയും ചെയ്യും. ലോകം വലിയ ദുരിതങ്ങളിലൂടെയും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെയും മഹാഭൂകമ്പങ്ങളിലൂടെയും ക്ഷാമങ്ങളിലൂടെയും മഹാമാരികളിലൂടെയും ഭയാനകമായ കൊടുങ്കാറ്റിലൂടെയും സമുദ്രത്തിലും നദികളിലും ഉണ്ടാകുന്ന പ്രളയത്തിലൂടെയും പീഡിപ്പിക്കപ്പെടും. എന്നാൽ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന അഗ്നി സ്വർഗത്തിൽ നിന്നിറങ്ങി സകല മനുഷ്യരുടെയും മേൽ പതിക്കുകയും മനുഷ്യരാശിയുടെ നല്ലൊരു ഭാഗം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. വലിയ ദുരിതങ്ങൾ, സംക്ഷോഭങ്ങൾ, കണ്ണുനീർ, കലാപങ്ങൾ, വേദന എല്ലാം ലോകത്തെ പിന്തുടരും. ഈ ദുഃഖത്തിൻ്റെ മണിക്കൂറുകളിൽ ലോകത്തിനു വേണ്ടത് പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളുമാണ്. കാരണം മാർപ്പാപ്പയും വൈദികരും സഭയും അപകടത്തിലായിരിക്കും. ജനങ്ങളുടെ മേൽ ഭരണം നടത്തുന്നവർ ഇത് മനസ്സിലാക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരിൽ ക്രിസ്തീയ അരൂപി ഇല്ല. തങ്ങളുടെ അന്ധതയിൽ അവർക്ക് സത്യം കാണാൻ കഴിയുകയില്ല. ലോകം മുഴുവനിലും വലിയ കുഴമറച്ചിലുകളും സംക്ഷോഭങ്ങളും ഉണ്ടാകും. എല്ലായിടത്തും മനുഷ്യർ ഭയലേശമില്ലാതെ മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യും. ദൈവം അഹങ്കാരികളെ ശിക്ഷിക്കും. കത്തോലിക്ക സഭയെ ഉന്മൂലനം ചെയ്യാനായി പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഈ നേതാക്കന്മാരെയും ദുഷ്പ്രവർത്തിക്കാരെയും നശിപ്പിക്കാനായി അവിടുന്ന് തൻ്റെ ശക്തി ഉപയോഗിക്കുകയും ചെയ്യും. അവരുടെ ദുഷ്ടതയോർത്ത് ദൈവം ചിരിക്കും. തൻ്റെ സർവശക്തമായ വലതുകരത്തിൻ്റെ ഒരു ചലനം കൊണ്ട് അവിടുന്ന് ദുഷ്ടമനുഷ്യരെ ശിക്ഷിക്കും. അന്ധകാര ശക്തികൾക്ക് നരകം വിട്ട് പുറത്തു വരാനുള്ള അനുമതി ലഭിക്കുകയും പിശാചുക്കളുടെ ഒരു വലിയ സൈന്യം ലോകം മുഴുവനെയും കടന്നാക്രമിക്കുകയും ചെയ്യും. ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടും. ചിലർ യുദ്ധത്തിൽ, ചിലർ ലഹളകളിൽ. വേറെയും ദശലക്ഷങ്ങൾക്ക് അവിചാരിതമായി മരണത്തെ നേരിടേണ്ടി വരും. അതെ, ലോകത്ത് അങ്ങോളം ഇങ്ങോളം മനുഷ്യർ പൊടുന്നനെ അപ്രതീക്ഷിതമായി ഇരിക്കും. പിശാചിൻ്റെ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നത് പോലെ മനുഷ്യർ വളരെ ആഹ്ലാദത്തോടെ നരകവാതിൽക്കലേക്ക് ഇരച്ചെത്തുകയാണ്. അതുകൊണ്ട് ദൈവഭയമില്ലാത്തവരും ദുഷ്ടരും കരുണയില്ലാതെ തന്നെ നശിപ്പിക്കപ്പെടും.